ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്വയം ചെയ്യുന്നത് പുത്തുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചത് നമ്മുടെ കേരള ബസ് സിമുലേറ്റർ അല്ലെങ്കിൽ ബസ് സിമുലേറ്റർ കേരള എന്ന ആ ഒരു ഗെയിമിൻ്റെ കുറച്ച് അടിപൊളി അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ വന്ന അപ്ഡേറ്റുകൾ രക്ഷയില്ലാത്ത കിട്ടില്ല അപ്ഡേറ്റുകളാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. പുതിയ ബസ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ലിവറികൾ ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻ്റർനാഷണലൊക്കെ പോലെ. പിന്നെ ലൈറ്റിങ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആകെപ്പടം മൊത്തത്തിൽ മാറിയിട്ട് അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ വിചാരിക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക. നമുക്ക് അവിടെ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ നോക്കാം. അതായത് എന്തൊക്കെയാണ് അപ്ഡേറ്റ് വന്നത്. അപ്ഡേറ്റുകൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കുറച്ച് അടിപൊളി അപ്ഡേറ്റുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഗെയിം ഇതിവിടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പണ്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ഗെയിം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി പുതിയ അപ്ഡേറ്റുകൾ വന്നപ്പോൾ ഒന്നും കൂടി ഇഷ്ടമായി. അടിപൊളി ഗെയിമായി ടോട്ടൽ. ഇതൊക്കെ ഞാൻ ഇന്നലെ ആഡ് ചെയ്തിട്ടാണ്. കൊമ്പൻ്റെ ലിവറിയൊക്കെ ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള ലിവറികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗ്യാരേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച ബസ്സാണ്. പിന്നെ ഈ ഒരു ബസ്സാണുള്ളത്. പിന്നെ നമ്മുടെ KSRTC ഉണ്ട്. ഇതാണ് ഏറ്റവും വില കൂടിയത്, 35,000 രൂപയാണ്. അപ്പോൾ ആഡ് കാണുമ്പോൾ 1000 രൂപ കിട്ടും. അപ്പോൾ ഞാൻ ഇന്നലെ മൊത്തം ആഡ് കണ്ട് ഉണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ച ബസ്സാണിത്. പിന്നെ അതിന് ശേഷം ലിവറി ആഡ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും പിന്നെ നൈറ്റ് വ്യൂ കാണിച്ചത്. നൈറ്റ് വ്യൂ രക്ഷയില്ല, കണ്ട ഫുള്ള് ലൈറ്റിങ് സെറ്റപ്പൊക്കെയാണ്, അടിപൊളിയാണ്. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ കുറച്ച് ലിവറികൾ, ഇതിൽ ഓൾറെഡി ഉള്ള ലിവറികളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ജയ്ഗുരു ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് എടുക്കാം. സ്കിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇതേപോലെ സ്കിന്നൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ സംഭവങ്ങൾ സെറ്റിങ്സ് ഇതൊക്കെയാണ്. ഞാൻ എല്ലാം ഹൈ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നൈറ്റ് മോഡാണ് ഇട്ടേക്കുന്നത്. കാരണം നൈറ്റിൽ നമുക്ക് ആ ഒരു ലൈറ്റിങ് സെറ്റപ്പ് കാണാൻ പറ്റും. അപ്പോൾ അത് കാണിച്ചതിന് ശേഷം ഞാൻ ഡേ മോഡ് ഇട്ടിട്ട് ഡേയിൽ വണ്ടി ഓടിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് ലൈറ്റ് സംഭവം ഇതിപ്പോൾ ഗെയിം ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈറ്റൊക്കെ ഒന്ന് ഓൺ ആക്കട്ടെ. അപ്പോൾ ഇത് ലൈറ്റ് ഓൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. 360 ഡിഗ്രി വ്യൂ ആണിത്. അപ്പോൾ ഇത് മൊത്തം ലൈറ്റ് ഓൺ ആക്കിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. നല്ല എന്താ പറയുക, ഒറിജിനാലിറ്റി രക്ഷയില്ല. അടിപൊളി ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും ഗെയിമിൽ മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു സ്ഥലം ഇതാണ്. അവിടെ വലിയ ലൈറ്റിങ് സംഭവങ്ങളൊന്നുമില്ല. ലൈറ്റിങ് മൊത്തം പുറത്തൊക്കെയാണ്. ഹെഡ് ലൈറ്റ് കാണിച്ചു തരാം. ഇതാണ് ഹെഡ് ലൈറ്റ് വരുന്നത്. ഇതാണ് മൊത്തത്തിൽ ലൈറ്റിങ് സെറ്റപ്പൊക്കെ ആകെ ടോട്ടൽ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഡേ മോഡ് ഇട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. ഞാൻ പറഞ്ഞില്ല, ആകെപ്പാടം മൊത്തത്തിലൊന്ന് മാറിയിട്ട് ഫുള്ള് നല്ല ക്വാളിറ്റി ആയിട്ട് ആകെപ്പാടെ മറ്റേ ബസ്സൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അതിന് മുന്നേ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിങ്. ഇതാണ് പുറത്തുനിന്നുള്ള ലുക്ക്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പിന്നെ 360 ഡിഗ്രി ലുക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും ലുക്കുകളാണ് നമ്മുടെ ഉള്ളത്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇടുക, ഡ്രോൺ വ്യൂ എടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡ്രോണിൽ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും. ഇതേപോലെ മുകളിലോട്ട് ഇങ്ങനെ പോവുക. അതിനുശേഷം താഴത്തോട്ട് നോക്കാം. അപ്പോൾ ശരിക്കും ഡ്രോണിൽ താഴെ വ്യൂ കിട്ടും. അപ്പോൾ ഇതൊരു പുതിയൊരു അപ്ഡേറ്റ് വന്നേക്കുന്നതാണ്. അപ്പോൾ ഡ്രോൺ വ്യൂ കൊള്ളാം. എന്തായാലും നമുക്ക് ഇതേപോലെ ബസ്സിൻ്റെയും സംഭവങ്ങളിലൊക്കെ ഡ്രോൺ വ്യൂ കിട്ടും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാകെ എടുക്കുന്നതാണ് നമ്മുടെ ബസ്. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഡ്രൈവ് ഇടുക. അതിനുശേഷം ഓടിച്ചു തുടങ്ങുക. അതിനുശേഷം പാർക്കിംഗ് ബ്രേക്ക് മാറ്റണം, ഞാൻ മറന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വണ്ടി. നമുക്ക് ഇൻറ്റീരിയർ വ്യൂ ഇട്ട് ഓടിക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു വ്യൂവിലാണ് ഞാൻ ഇപ്പോൾ ഓടിക്കാറ്. അപ്പോൾ ഇങ്ങനെ ഓടിച്ചു പോകാം, നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ ഒരു ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതൊന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ സൈഡിലായിട്ട് ഡോറ് ജസ്റ്റ് ഇതമർത്തി ഇതേപോലെ ഓപ്പൺ ആവും. അപ്പോൾ അത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഗെയിം ടോട്ടൽ മൊത്തത്തിൽ രക്ഷയില്ല. ആകെ മൊത്തത്തിൽ അടിപൊളി ഗെയിമാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ലിവറി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഉള്ള വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അത് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.